ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ മാലദ്വീപ്സിലെ അടുത്ത ഐലൻഡിലേക്കുള്ള ഒരു വിസിറ്റാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. ഇത് 2-3 മാസം മുമ്പ് ചിത്രീകരിച്ചതാണ്. നമ്മൾ എന്നത്തെയും പോലെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് മാലേ സിറ്റിയിൽ നിന്ന് MDCC ഫെറിക്കാണ്, അതായത് പബ്ലിക് ഫെറിക്ക്. ഇതിന് 22 മാലദ്വീപിയൻ റുപ്യ മാത്രമാണ് ചാർജ്. ഇത് ഈ കാഫു അറ്റോളിലുള്ള എല്ലാ ഐലൻഡുകളിലേക്കും പോകാനുള്ള പബ്ലിക് ഫെറി നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓരോ അറ്റോളിലേക്ക് കണക്ട് ചെയ്ത് പോകുന്ന ഫെറിയാണ് ഈ പബ്ലിക് ഫെറി എന്ന് പറയുന്നത്. ഞങ്ങളങ്ങനെ കൗണ്ടറിലേക്ക് എത്തി കേട്ടോ. ഈ തവണ നമ്മൾ പോകുന്നത് മാലയുടെ സൗത്ത് സൈഡിലുള്ള ഐലൻഡുകളിലേക്കാണ്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ഫെറി വന്നു, ഫെറിയിലേക്ക് കയറുകയാണ്. ഈ ഫെറിയിലേക്ക് 2 സൈഡിലേക്കും ഉള്ള ബോട്ടിൻ്റെ ഉള്ള സ്റ്റാഫ് ഇങ്ങനെ റൊട്ടേഷൻ പോലെ മാറാറുണ്ട്. ഇത് ഞങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്രൂ തന്നെയാണ് ഇതിനുള്ളിലുള്ളത്. അങ്ങനെ പുള്ളിക്ക് ഹായ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. ഒരു ദിവസത്തെ ഓഫിനാണ് ഞങ്ങൾ ഈ ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഈ ഫെറിയിൽ നമ്മൾ ഗുറൈദൂലെത്തും. 3 സ്റ്റോപ്പുണ്ട് അതിനു മുമ്പ്, 2 സ്റ്റോപ്പുണ്ട് അതിനു മുമ്പ്. ആദ്യം ഈ ബോട്ട് എത്തുന്നത് ഗുളിയിലേക്കാണ്, ഗുളിക്ക് ശേഷം മാഫുഷി. ഇത് രണ്ടും നല്ല ടൂറിസ്റ്റുകൾ ഉള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ലോക്കൽ ഐലൻഡ് ആണെങ്കിലും വാട്ടർ സ്പോർട്സിന് നല്ല ഫേമസ് ആണ് മാഫുഷി എന്നുള്ള ഐലൻഡ്. ഒരുപാട് വാട്ടർ സ്പോർട്സിനുള്ള ഓഫറുകളും അവിടെയുണ്ട്. അതുകൊണ്ട് എപ്പോഴും മാഫുഷി നല്ല ബിസിയുള്ള ഒരു ഐലൻഡാണ് ടൂറിസ്റ്റുകളെ കൊണ്ട്. ഞങ്ങളങ്ങനെ ബോട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ സീറ്റ് എടുക്കുകയാണ്. എല്ലാവർക്കും വിൻഡോ സീറ്റ് തന്നെ വേണമല്ലോ. അപ്പം ഇങ്ങനെ empty ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഒരു സ്ഥലം സെലക്ട് ചെയ്തു, വിൻഡോ കിട്ടുന്ന രീതിയിൽ. അങ്ങനെ നമ്മുടെ ഗുറൈദൂ യാത്രയ്ക്കിടയിൽ നമ്മൾ കാണുന്ന മനോഹരമായ കാഴ്ചകളാണ്. ഇതൊക്കെ ഇവിടെ റിസോർട്ടുകളാണ് കേട്ടോ. അങ്ങനെ ഈ റിസോർട്ടുകളൊക്കെ ടച്ച് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആദ്യം ഫസ്റ്റ് നമ്മൾ എത്തുന്നത് ഗുളിയിലാണ്. ജേർണി ഇപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നത് ഗുളിയാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അടുത്തത് മാഫുഷി ഈ സൈഡിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്ലേസാണ്. വാട്ടർ സ്പോർട്സ് ഒക്കെ അഫോർഡബിൾ റേറ്റിലുള്ളതാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ 2ാമത്തെ സ്റ്റോപ്പിലെത്തി കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. മാഫുഷി ഇതിനു മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്ന് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അതൊരു 2-3 വർഷം മുമ്പെയാണ്. ഇനി നമ്മുടെ സെക്കൻഡ് റൗണ്ട് ജേർണിക്കുള്ളിൽ മാഫുഷി വരും മന്ത്സിൽ, എപ്പോഴാണെന്നുള്ള ടൈം അനുസരിച്ചിട്ട്. അവിടുന്ന് പോയപ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ പാരാസൈലിങ്ങിന് ഉപയോഗിക്കുന്ന ബോട്ടുകളാണ് കേട്ടോ. ഞങ്ങൾ 3-4 വർഷം മുമ്പ് ഓൾറെഡി ഒന്ന് പാരാസൈലിംഗ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സെക്കൻഡ് ട്രിപ്പിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞങ്ങൾ മാഫുഷിയുടെ വേറൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. അങ്ങനെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഏകദേശം 1.5-2 മണിക്കൂർ കൊണ്ടാണ് ഇവിടെ എത്തിയത്. 5 മണിയോടടുത്ത് നമ്മൾ ഇവിടെ എത്തിയത്. ഇതാണ് ഗുറൈദൂ. നമ്മൾ കാത്തിരുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെ കൂടെ കാണുകയാണ് നമ്മുടെ ഉദ്ദേശം. തൊട്ടപ്പുറത്ത് ഈ ലഗേജൊക്കെ ഇറക്കുന്ന കാണുന്നില്ലേ, അത് ഈ ഐലൻഡിലേക്കുള്ള ഇവരുടെ ഐലൻഡ് ഫെറി വന്നതാണ്. സാധനങ്ങളൊക്കെ ഇറക്കുകയാണ് മാലയിൽ നിന്ന് സാധനവുമായിട്ട് വന്നിട്ട്. എൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ബോട്ട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. നമ്മളിങ്ങനെ ഇറങ്ങുകയാണ്. ഞാൻ ഫസ്റ്റ് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കും കേട്ടോ. അപ്പം നോക്കിക്കേ, ആൾക്കാരൊക്കെ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ലഗേജുമായിട്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. കടകളിലേക്കൊക്കെ ഉള്ള സാധനങ്ങൾ വരുന്നത് ഈ ഫെറിയിലാണ്. ഞങ്ങൾ വന്നത് പാസഞ്ചർ ബോട്ടാണ്. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ ജെട്ടി സൈഡിലുള്ള ബോട്ടുകളൊക്കെ കാണുകയാണ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി തുടങ്ങി. ടൂറിസ്റ്റുകളും ഉണ്ട് കേട്ടോ ഈ ഐലൻഡിലേക്ക്. അങ്ങനെ ഈ വന്നിറങ്ങി ജെട്ടി സൈഡിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഞങ്ങൾ ഫ്രണ്ടിനെ അറിയിച്ചിട്ടില്ല വന്നിറങ്ങിയ കാര്യം. കാരണം ഇച്ചിരി കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവളെ വിളിക്കാമെന്നാണ് വിചാരിച്ചത്. അവൾ ഡ്യൂട്ടിയിലാണ്. അപ്പം വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്നു. ഞങ്ങളുടെ മുന്നിൽ കുറച്ച് ടൂറിസ്റ്റും പോകുന്നുണ്ട്. ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ചെന്നിറങ്ങുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ ഞാനതിങ്ങനെ ആസ്വദിക്കുകയാണ് പുതിയ സ്ഥലം കാണുന്നതിൻ്റെ. ഏകദേശം എല്ലാ ഐലൻഡുകളും എനിക്ക് വന്നിറങ്ങുമ്പോൾ ഒരുപോൽക്കാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഇറങ്ങുമ്പോൾ എൻട്രൻസിൽ തന്നെ ഒരു ഷോപ്പൊക്കെ കാണും. പിന്നെ ബോട്ട് ജെട്ടി, പല ടൈപ്പുള്ള ബോട്ടും. അതാണ് എല്ലാ ഐലൻഡിലെയും ജെട്ടി സൈഡിലെ കാഴ്ച. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോവുകയാണ്.
അങ്ങനെ ഞങ്ങൾ നടന്ന് മുന്നോട്ടെത്തിയപ്പോൾ കുറേ ഷോപ്പുകളൊക്കെ എത്തി. അപ്പോൾ ഇതിൻ്റെ നടുക്കൂടെ ഒരു റോഡുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വഴി കൂടിയാണ് നമുക്ക് പോകേണ്ടിയെന്ന്. അപ്പോഴത്തേക്ക് ഫ്രണ്ടിനെ വിളിച്ചായിരുന്നു. ഫ്രണ്ട് നടന്നു വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി. അവിടെ ഗുറൈദു എന്ന് എഴുതി വെച്ചിട്ടൊരു സ്റ്റാച്ചു ഉണ്ടെന്ന് അത് കാണാമെന്ന്. അങ്ങനെ സർഫിങ്ങിനുള്ള ബോട്ടുകളൊക്കെ വന്ന് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ടൂറിസ്റ്റുകളുമായിട്ട്. ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ് ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഹെൽത്ത് സെൻ്ററിലേക്കുള്ള വഴി എങ്ങനെയാണ്. അവൾ വന്ന് എത്താത്തത് കൊണ്ട്. പക്ഷേ അവൾ വരുന്നത് വേറൊരു വഴി കൂടിയായിരുന്നു. അവിടെ ഇവിടുത്തെ പാസഞ്ചർ ബോട്ടുകൾ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഞങ്ങളും അത് കുറച്ച് നേരം നോക്കി നിന്നു. എന്നിട്ട് ഫ്രണ്ടിനെ നോക്കുകയാണ് ഈ വരുന്നവരുടെ കൂട്ടത്തിൽ അവളുണ്ടോ എന്നുള്ളത്. എന്നാൽ പിന്നെ നിങ്ങൾ വിചാരിക്കും വന്നുറങ്ങുന്നതന്നെ ഫ്രണ്ടിനെ അങ്ങ് വിളിച്ചാൽ പോരെയെന്ന്. പക്ഷേ അതൊരു സുഖമില്ല. നമ്മൾ വന്നിറങ്ങി 2-3 മിനിറ്റ് ഐലൻഡിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം അവളെ കാത്തു നിൽക്കുന്നതിനൊരു സുഖമില്ലേ? അങ്ങനെയല്ലേ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ മാസങ്ങളായിട്ട് കാണാതിരിക്കുന്ന ഒരു ഫ്രണ്ടിനെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണുമ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷത്തിൻ്റെ ഫീലില്ലേ, അത് പൂർണ്ണമായിട്ട് ആസ്വദിക്കണമെങ്കിൽ നമ്മളിറങ്ങി ആദ്യം സെറ്റ് ആവണമെന്നാണ് എൻ്റെ ഒരു പോളിസി. അവൾ നടന്നു വരുന്നുണ്ട് കേട്ടോ, ദൂരെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവളുടെ ഒപ്പമാണ് ഇനി ഞങ്ങളുടെ യാത്ര. അങ്ങനെ ഞങ്ങൾ അവരുടെ ഒപ്പം ഞങ്ങൾ വിചാരിച്ച അതേ റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഇവിടെ മറൈൻ ഡ്രൈവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഈ വാട്ടർ സ്പോർട്സിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൗണ്ടറാണെന്ന് തോന്നുന്നു. പിന്നെ കുറേ സുവനീർ ഷോപ്പുകളും അല്ലാത്ത ഷോപ്പുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. നടന്നു തന്നെ ഗുറൈദു ഹെൽത്ത് സെൻ്ററിലെത്തി. അവൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഡ്യൂട്ടിയിലാണ്. അപ്പോൾ അവൾ ഇടയ്ക്ക് കയറി ഏകദേശം ഒരു കുറച്ച് സമയത്തിനുള്ളിൽ അവളുടെ ഡ്യൂട്ടി കഴിയും. അപ്പം ഞങ്ങൾ എന്തോ ചെയ്തതെന്ന് ചോദിച്ചാൽ അവിടെ ബാഗൊക്കെ വെച്ചിട്ട് പിന്നെ ഈ കടൽ തീരം കാണാൻ വേണ്ടിയിട്ട് പോയി. ഇങ്ങനെ എന്താ മുന്നോട്ട് നടക്കുമ്പം കാണുന്നതാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഫാർമസിയും കണ്ട് ഇവിടെ ഒരു നല്ലൊരു ബിൽഡിംഗ് ഇല്ലേ, അത് ഇവിടുത്തെ ഒരു ഗസ്റ്റ് ഹൗസാണ്. ആ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലത്തെ ഒട്ടുമിക്ക ചെടികളും ഇവിടെ ഉണ്ട്. പേരറിയത്തില്ല കേട്ടോ പൂവിൻ്റെ. നല്ല ഭംഗിയുള്ള പൂവാണ്, പിങ്ക് കളറിൽ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നടന്ന് കടൽത്തീരത്തേക്ക് എത്തി. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്ത സ്ഥലമാണ്. അവിടെയാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്.
നമ്മളങ്ങോട്ട് പോകുന്നുണ്ട്. ഈവനിങ് ടൈം ആയതുകൊണ്ട് വെള്ളത്തിൽ കളിക്കുന്നവരും ബാർബിക്യൂ ഉണ്ടാക്കുന്നവരും ഒക്കെ കാണാം നമുക്കിവിടെ. നമ്മൾ ഈ കാഴ്ചയൊക്കെ കണ്ട് കടൽ തീരത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഈവനിങ് സമയമായതുകൊണ്ട് ബൈക്ക് റൈഡുകാരും ഒക്കെ ഉണ്ട്. എന്നാൽ നോക്കിക്കേ, നല്ല ഭംഗിയല്ലേ? നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വീഡിയോ മീൻസ് ഒരു പിക്ചറാണിത്. കുറച്ചും കൂടെ അടുത്ത് കാണുമ്പോഴേ, വീഡിയോയിൽ ഈ സൺലൈറ്റ് കാരണം നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഇതാ മണൽത്തിട്ട കെട്ടി വെച്ചേക്കുന്നത് പോലെ ചാക്കുകൾ പോലെ ഒരു സാധനം വിരിച്ച് ഇവരെ വെള്ളം കരയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത പാർട്ടായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഹട്ടുകളുണ്ട്. ഈവനിങ് വന്ന് എല്ലാവർക്കും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറയാൻ വേണ്ടിയിട്ടും പിന്നെ ബാർബിക്യൂ ഉണ്ടാക്കി കഴിക്കുന്നതും ഒക്കെ ഇവിടുത്തെ ഒരു രീതിയാണ്. പൊതുവെ മാലദ്വീപ്സിലെ എല്ലാ ഐലൻഡിലും ഇതുപോലത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ലോക്കൽ ഐലൻഡുകളിൽ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. പണ്ട് ഏതോ ചിത്രകാരൻ വരച്ച ചിത്രത്തിലെ പോലൊക്കെ ഈ അസ്തമയ സൂര്യൻ്റെ ബാർബിക്യൂ ഉണ്ടാക്കുന്നുണ്ടോ? അസ്തമയ സൂര്യൻ്റെ വ്യൂവിനുള്ളിൽ ഇങ്ങനെ ബോട്ടൊക്കെ കിടക്കുന്ന ഒരു കാഴ്ചയില്ലേ? നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. എപ്പോഴും നമ്മൾ വീഡിയോ ചിത്രീകരിക്കുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന അത്ര ഫീല് കിട്ടാറില്ല. ഇങ്ങനെ ഞങ്ങൾ നടന്ന് അങ്ങ് എത്തി കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ തെങ്ങ് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തോ ഒരു ചെടിയുണ്ട്, അത് വെച്ച് പിടിപ്പിച്ചാന്ന് തോന്നുന്നില്ല, നാച്ചുറലി ഉണ്ടായി വന്നതാണെന്ന് തോന്നുന്നു. നമ്മുടെ ഉദ്ദേശം ആ സൺസെറ്റ് നടക്കുന്ന പോയിൻറ്റിൻ്റെ അവിടുത്ത് വരെ നടന്നെത്തുക എന്നുള്ളതാണ്. കുറച്ചേറെ ദൂരം നടന്നു കേട്ടോ. ഒരു വലിയ ഐലൻഡാണ് ഇത്. ഇതെല്ലാം ഇങ്ങനെ മണ്ണിട്ട് നികത്തി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് കുറച്ചും കൂടെ ഇത് വലുതായിട്ട് തോന്നുന്നത്. ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ടാണ് നമുക്കിത് കുറച്ച് ദൂരം ഉള്ളതായിട്ട് തോന്നുന്നത്. പക്ഷേ ഒന്ന് റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ ഈ ഐലൻഡിൽ കഴിയും. അങ്ങനെ ഞങ്ങൾ ഇതിനിടയിൽ കൂടെ നടന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കടൽ തീരത്തെത്തി. അസ്തമയ സൂര്യനോടൊപ്പം കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണാം ഇങ്ങനെ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്. ചിലർ ഏതോ ഒരു റിസോർട്ടും ഒക്കെ കേട്ടോ. ഈ കടലിൻ്റെ നീലിമയാണ് മാലദ്വീപ്സിൻ്റെ മെയിൻ അട്രാക്ഷന്. നമുക്ക് നല്ല ഫീലായിട്ടോ. വെറുതെ ഈ കടലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ തന്നെ പല കളറിലുള്ള വെള്ളമല്ലേ. ഇതാ ഇപ്പോൾ സൂര്യൻ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അസ്തമിക്കും. ഞങ്ങൾ നടന്നെത്തിയപ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കാറായി കേട്ടോ. അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്ന കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. ഞങ്ങളുടെ കൈക്കുമ്പിളിൽ സൂര്യനെ ആക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഫെയിലായിപ്പോയി. എന്നാൽ എന്താ, നമ്മൾ നൈസായിട്ട് ഒരു ലവ് ഒക്കെ ഉണ്ടാക്കി അതിനുള്ളിൽ കൂടെ സൂര്യനെ ഫോട്ടോ എടുത്തു. മെമ്മറീസ് അല്ലേ ഈ ഫോട്ടോകളല്ലേ, ഇരിക്കട്ടേനെ കുറേദൂന് വന്നതിൻ്റെ മെമ്മറി ആയിട്ട്. അതാ സൂര്യൻ അങ്ങ് കടലിലേക്ക് താഴ്ന്നു പോയി. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്ന് ഫ്രണ്ടിൻ്റെ അടുത്തെത്തി. ഫ്രണ്ടിൻ്റെ റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വഴി നടക്കുമ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളായിട്ട് നമ്മുടെ നാട്ടിലെ ബന്ദിപ്പൂക്കളൊക്കെ ഒത്തിരി പച്ചപ്പുണ്ട്. ഈ ബിൽഡിങ്ങുകളൊക്കെ റീസെൻ്റ്ലി ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു. നല്ല സ്ട്രക്ചറാണ് ഇതിന്. നല്ല പെയിൻ്റൊക്കെ അടിച്ച് ഫ്രഷ് ആയിട്ടിരിക്കുന്നു. ഒരുപാട് ബോഗൺ വില്ലാസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ബോഗൺ വില്ലാസ് എല്ലാം പൊതുവെ എല്ലാ ഒരുവിധം മാലദ്വീപിൽ ഞാൻ കണ്ട ഐലൻഡുകളിലെ എല്ലാം ബോഗൺ വില്ലസിലേക്ക് നല്ല കളറാണ്. എനിക്ക് തോന്നുന്നു സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്നതുകൊണ്ടാണ്. ഇതൊരു ഗസ്റ്റ് ഹൗസും സ്പായും ഒക്കെയാണ്. ടൂറിസ്റ്റുകളൊക്കെ അവിടെ ഉണ്ട്. നമ്മളിങ്ങനെ ഐലൻഡിൻ്റെ ഇൻസൈഡിലുള്ള ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ഗസ്റ്റ് ഹൗസുകളൊക്കെ ഇതിനുള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ലോ ബഡ്ജറ്റായിട്ട് നമ്മൾ ടൂറിസ്റ്റായിട്ട് വരുന്നവർക്ക് താമസിക്കാം, റിസോർട്ടുകളൊന്നും അല്ലാതെ. ഇവിടുന്ന് പല ഗസ്റ്റ് ഹൗസുകളും വാട്ടർ സ്പോർട്സും ഹാഫ് ഡേ റിസോർട്ടിൽ കൊണ്ടുപോകുന്ന ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം. ഞങ്ങൾ ഇതൊന്നും ചൂസ് ചെയ്യാനല്ല വന്നേ, ഫ്രണ്ടിനെ കാണാനും വേറെ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഗസ്റ്റ് ഹൗസാണ്. ഇവിടെയും കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഇരിപ്പുണ്ട്. നോക്കിയേ ബോഗൺ വില്ലയുടെ കളറ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഗസ്റ്റ് ഹൗസുകളിലൊക്കെ നോക്കി നമ്മളിങ്ങനെ നടക്കുകയാണ്. ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി ഫ്രഷപ്പൊക്കെ ആയിട്ട് രാത്രിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഗസ്റ്റ് ഹൗസുകളാണ്. ഗസ്റ്റ് ഹൗസും ഈ ലൈറ്റൊക്കെ ഇത് ഒരു 2-3 മാസം മുമ്പ് ചിത്രീകരിച്ച വീഡിയോ ആണ് കേട്ടോ. പോസ്റ്റ് ചെയ്യാൻ താമസിച്ചതാണ്.
ഇങ്ങനെ പോവുകയാണ് കേട്ടോ. രാത്രിയിലും നമ്മൾ ഏതൊരു ഒരു സ്ഥലത്ത് നിന്നാലും പകലിനും രാത്രിയിലും അവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കണമെന്നാണ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. രണ്ടിനും രണ്ട് സൗന്ദര്യമായിരിക്കും, പരിചയമുള്ള സ്ഥലമാണെങ്കിലും അല്ലാത്ത സ്ഥലമാണെങ്കിലും. ഇത് ഇവിടുത്തെ ഒരു ഗസ്റ്റ് ഹൗസാണ്. അപ്പം ഫുഡ് കഴിക്കാൻ ഡൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഔട്ട് സൈഡ്. ഇതാണ് ആ ഗസ്റ്റ് ഹൗസ്. ഇതെല്ലാം ഈ ഐലൻഡിനുള്ളിൽ തന്നെ ഉള്ളതാണ്. ഇതിൻ്റെ മെനു ഒക്കെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു 4-5 സ്റ്റോർ ബിൽഡിംഗ് ആണ്. ഇവിടെയൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും റൗണ്ട് അടിച്ച് ആ വന്നിറങ്ങിയ ജെട്ടി സൈഡിലേക്കാണ് പോകുന്നത്. ഫ്രണ്ട്സും ഉണ്ട്. നമുക്കൊക്കെ ഇവിടെയൊക്കെ ഈ ഓപ്പൺ ഡൈനിങ് ഉള്ള ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ഇത് വേറെ ഒരു ഷോപ്പാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കടലിലേക്ക് കാണുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. അതൊരു റിസോർട്ടാണ് ഇതിനടുത്തുള്ളത്. ആ റിസോർട്ടിലെ ലൈറ്റ് ഈ വെള്ളത്തിലേക്ക് പ്രതിഫലിക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണിത്. ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പഴയ ഓർമ്മകളൊക്കെ പുതുക്കി ഇങ്ങനെ നടക്കുകയാണ്. കളത്തീരത്തിരുന്ന കൂട്ടുകാരോടൊക്കെ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. കക്ഷി ഡ്യൂട്ടിയിലാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഡ്യൂട്ടി കഴിയാറാകുമ്പോഴത്തേക്ക് ഒരു പിസയൊക്കെ അടിക്കാനാണ് പ്ലാന്. അങ്ങനെ അവരോട് പറയുന്നുണ്ട്, ഞാനിവിടെ വന്നതിന് ശേഷം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെയും കൂടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയത് സുവനീർ ഷോപ്പിലാണ്. ഞങ്ങൾ ഏത് ഐലൻഡിൽ ചെന്നാലും സുവനീർ ഷോപ്പിൽ കയറുന്നത് ഞങ്ങളുടെ ഒരു പതിവാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് തൊട്ട് ആസ്വദിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനൊരു പേളിൻ്റെ മാല വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഞാനപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ്. പൊതുവേ ഞാനങ്ങനെ ഒന്നും വാങ്ങിക്കാറില്ല ഈ സുവനീർ ഷോപ്പിൽ നിന്ന്, കാരണം അതിന് ഭയങ്കര റേറ്റ് ആയിരിക്കുമല്ലോ. ടൂറിസ്റ്റിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. നോക്കിയാൽ മൾട്ടിപ്പിൾ കളറുള്ള പേളിൻ്റെ മാല, പിന്നെ ഷെല്ലൊക്കെ വെച്ചിട്ടുള്ള ചെയിന്, പിന്നെ ലോക്കറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പൊതുവേ ഇത് ടൂറിസ്റ്റിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ടാണ് എടുത്തേക്കുന്നത്. എനിക്കിതെന്തോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ട്. കൂടുതലും ചിരട്ടയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ കടലിനടിയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മെമ്മറീസിനായിട്ട് വെക്കുന്നതാണ് കേട്ടോ. ഈ ഫ്രിഡ്ജിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ. പിന്നെ ഇത് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ആമയുടെ മുകളിൽ എന്തെങ്കിലും ഈ കമ്പ് വെച്ചിങ്ങനെ തൊടുമ്പോൾ നല്ല ഒരു മ്യൂസിക് വരും. ഇതാണ് എൻ്റെ ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ട പേളിൻ്റെ മാല കേട്ടോ. അവളുടെ അടുത്ത കൂട്ടുകാരിയുമായിട്ട് പിറ്റേ ദിവസം വന്ന് എടുക്കുമെന്നാണ് പറഞ്ഞത്. ഇത് വേറൊരു ഷേപ്പിലുള്ളത്. അങ്ങനെ ഇതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. ഇങ്ങനത്തെ 1-2 ഷോപ്പുണ്ട് കേട്ടോ ഇവിടെ. ഏകദേശം 10 മണി എടുത്താറായപ്പോൾ ഷോപ്പൊക്കെ അടയ്ക്കാറായി. അടുത്ത ഷോപ്പിലേക്ക് കയറി. ഇവിടെ ഒത്തിരി പേളിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. 10,000 മാൽദീവിയൻ റുഫിയയുടെയൊക്കെ അടുത്തുള്ളതായിട്ടുള്ള ഇതാണ്. ഇതൊക്കെ ലോക്ക് ചെയ്താണ് വെച്ചേക്കുന്നത്. അല്ലാതെ ചെറിയ റേറ്റിലുള്ളതും ഉണ്ട്. 2000 ഇന്ത്യൻ കറൻസി ഒരു 2000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പല ടൈപ്പുള്ള പേൾ പല സൈസിലുണ്ട്, ഷേപ്പ്ലെസ് ആയിട്ട്. ഈ പേളുകളൊക്കെ ഒറിജിനലാണോ എന്നറിയുവാൻ എനിക്ക് ഇവിടെ വന്നിട്ട് മനസ്സിലായ കാര്യമാണ്. നമ്മളിതിൽ തൊടുമ്പോൾ ഇതിലൊരു ചെറിയ തണുപ്പ് കാണും. പിന്നെ ഇതിൻ്റെ ഈ മുത്ത് നമ്മൾ കടിച്ചു നോക്കുമ്പോൾ ഒരു സാൻഡിൽ നമ്മൾ കടിക്കുന്ന ഒരു ഫീലാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഈ കടയിലെ ഷോപ്പിലുള്ള കുറേ അധികം ഈ സുവനീറുകളുണ്ട്. ആമയും നമ്മുടെ ഫിഷും കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ സൈഡിലുണ്ട് വലിയ പേളിൻ്റെ മാലകൾ, പിന്നെ സിൽവറിൻ്റെ ചെയിന്, പിന്നെ അങ്ങനെ അത് പല ഫിഷിൻ്റെ പല ഷേപ്പിലുള്ളതാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് സിൽവർ എന്നാണ് പറയുന്നത്. 925 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഒറിജിനലാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പോയപ്പോൾ ചെറിയ കമ്മൽ കണ്ടു കേട്ടോ പേളിൻ്റെ. എനിക്ക് പേളിൻ്റെ മാല നേരത്തെ ഹസ്ബൻഡ് ഏതോ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു തന്നതുകൊണ്ട് കമ്മലില്ല. വെറുതെ ഇങ്ങനെ നടന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് കമ്മൽ വേണമെന്ന്. ഞാൻ വിചാരിച്ചു തമാശ പറയാമെന്ന്. പക്ഷേ പുള്ളി അപ്പം തന്നെ സിംഗിൾ പേളിൻ്റെ ഒരു കമ്മൽ എടുത്തു തന്നു കേട്ടോ. കിട്ടിയ സമ്മാനമല്ലേ. അങ്ങനെ ഈ യാത്രയിൽ പേളിൻ്റെ കമ്മൽ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഫ്രണ്ട്സ് പിറ്റേ ദിവസം വന്നിട്ടാണ്. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഫ്രണ്ട്സിനെയും കൂട്ടി ഞങ്ങളൊരു പിസയൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നൈറ്റിലെ നടത്തം അവസാനിപ്പിച്ചു കേട്ടോ.
നടത്തം ഇങ്ങനെ കുറച്ചും കൂടെ കടൽത്തീരത്തോടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാം എന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് മഴ വന്നു പോന്നു. ഞങ്ങൾ റൂമിലെത്തി. ഇത് പിറ്റേ ദിവസമാണ് കാണാത്ത ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ഇറങ്ങിയത്. ഇതൊരു ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് ഇങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ടൂറിസത്തിനെ ഉദ്ദേശിച്ച് മാത്രമാണ് കൂടുതൽ കാര്യങ്ങളും എല്ലാ ഐലൻഡിലും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കടലിൻ്റെ ആ മനോഹരിതയും കൂടെ വരുമ്പോൾ മാലദ്വീപ്സ് അതിസുന്ദരിയായിട്ട് നമുക്ക് തോന്നും. ഇങ്ങനെയൊക്കെ ഈ നമ്മുടെ വലിയ കുടകളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് റിലാക്സ് ചെയ്യാനും ഊഞ്ഞാലും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ്. ഈ മാലദ്വീപ്സിൽ കറങ്ങാൻ വരുന്നവർ വേറെ ഏത് ഐലൻഡിൽ കറങ്ങാൻ പോകുന്നവരാണെങ്കിലും നല്ല രീതിയിൽ സൺ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് പോകണം. ഇതാ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ ഇത്. ഇങ്ങനെ കടലിൻ്റെ അടിയിലെ ചെടികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നല്ല ക്ലിയർ ക്രിസ്റ്റൽ വാട്ടറാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ കുറേ നേരം ഇതിലൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. നല്ല വെയിലാണെങ്കിലും നല്ല സൺസ്ക്രീൻ ലോഷൻ പുരട്ടിയിട്ട് നല്ല രീതിയിൽ കുറേ ഫോട്ടോ ഒക്കെ ഇങ്ങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് മഴ ഇങ്ങനെ പെയ്യാൻ സാധ്യതയുണ്ട്. ഇടയ്ക്ക് കാർമേഘങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നടന്ന് ഞങ്ങൾ ബിക്കിനി ബീച്ചിലെത്തി. എല്ലാ ഐലൻഡിലും ബിക്കിനി ബീച്ചുകളുണ്ട്. അവിടെ മാത്രമേ ബിക്കിനി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. കടലിൽ ഏതോ ഒരു കടൽ പക്ഷി ഇങ്ങനെ നോക്കിയിരിക്കുന്നു. കടൽ കുറച്ച് കടൽ ഇറങ്ങിയിരിക്കുന്നവർക്ക് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബിക്കിനി ബീച്ചിലെത്തി. ഇതാ നോക്കിക്കേ, ഒരു ബോട്ട് ഇങ്ങനെ കടൽ തീരത്ത് കിടക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഇതിൽ അങ്ങപ്പുറത്തോട്ടും ഇങ്ങപ്പുറത്തോട്ടും ഒക്കെ നടന്നതിന് ശേഷം മഴ പെയ്യുമോ പെയ്യത്തില്ലയോ എന്നുള്ള ചിന്തയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ കടലിലേക്ക് ഇറങ്ങാനുള്ള പ്ലാൻ വെച്ചു. ഇതിൻ്റെ അടുത്തൊരു ഹട്ടുണ്ട്. അതൊരു ഷോപ്പാണ്. അവിടെ നല്ല മ്യൂസിക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ സർഫിങ്ങിൻ്റെ ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഫുള്ള് നടന്ന് അങ്ങപ്പുറത്ത് വരെയൊക്കെ എത്തി. എന്നിട്ട് കുറച്ച് നേരം ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തതിന് ശേഷം കടലിൽ ഇറങ്ങാവുന്നതാണ്. എന്താ ഈ ബിക്കിനി ബീച്ചിൽ ഓരോ ഹട്ടിനിടയിലും കുറേ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ബുക്ക് വായിച്ചിരിക്കുന്നവരും കുട്ടികളൊക്കെ ഇങ്ങനെ മണ്ണ് വാരി കളിക്കുന്നവരും അങ്ങനെ പയേഴ്സായിട്ട് വന്നിരിക്കുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ മാലദ്വീപ്സിൻ്റെ എല്ലാ ഐലൻഡിലും കാണാവുന്ന ഒരു കാഴ്ചയാണ്. ഈ തെങ്ങിലൊക്കെ ഇങ്ങനെ ഒരു ഊഞ്ഞാല് പോൽക്കുള്ളൊരു സാധനം കെട്ടി വെച്ചേക്കുക കേട്ടോ. അതിലിരുന്ന് ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ കടലിൻ്റെ നീലിമയും ഫോട്ടോയും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റ് പിക്ചറായിരിക്കും നല്ല വെയിലുള്ള സമയത്ത്. ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഓരോ ഹട്ടിൽ പോയി. ഞങ്ങൾ ആളില്ലാത്ത ഒരു ഹട്ടിലേക്ക് പോവുകയാണ്. കാരണം ഇപ്പോൾ ഫോണും ഡ്രസ്സും ഒക്കെ വെച്ചിട്ട് വേണമല്ലോ വെള്ളത്തിൽ ചാടാൻ. അപ്പം ഞങ്ങളങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതേ കടലിൻ്റെ നടുക്ക് കണ്ട വൈറ്റായിട്ട് കാണുന്നത് ആ ഭാഗത്ത് മാത്രം വെള്ളം തീരെ കുറവാണ്. അപ്പം ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അതിന് മുമ്പ് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ നടത്തി കേട്ടോ. കാർമേഘം ഇങ്ങനെ വരുന്നുണ്ട്, മഴ പെയ്യോ പെയ്യത്തില്ല എന്ന്. പിന്നെ എന്നാലും കുഴപ്പമില്ല, രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് പോയി. ആ വെളുത്ത് കാണുന്ന പോർഷനിൽ എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. എനിക്ക് നീന്തലൊന്നും അറിയത്തില്ലെങ്കിലും ഹസ്ബൻഡിന് നീന്തൽ അറിയാവുന്ന ധൈര്യത്തിൽ ഞങ്ങളങ്ങ് പോയി. അഥവാ എനിക്ക് നീന്താൻ പറ്റാത്തത്ര വെള്ളം വരുമ്പോൾ പുള്ളി നീന്തും, ഞാൻ ആമയുടെ പുറത്തിരിക്കുന്ന മൊയൽ കുഞ്ഞിനെ പോലെ എൻ്റെ പുറത്തിരുന്നിട്ട് അങ്ങ് പോകും. അങ്ങനെ ഞങ്ങൾ എത്തി കേട്ടോ ആ സാൻഡ് ബാഗിൽ. എന്ത് രസമായിരുന്നു എന്നറിയാവോ. അങ്ങനെയാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത്ര മനോഹരമായിട്ടുള്ളൊരു ഫീലായിരുന്നു എനിക്ക്. അങ്ങനെ ഞങ്ങൾ ആദ്യം അവിടെ എത്തിക്കഴിഞ്ഞപ്പം പുറകെ ടൂറിസ്റ്റുകളെല്ലാം ഇങ്ങനെ പോകുന്നു കേട്ടോ. നമ്മൾ പുതിയ സ്ഥലത്ത് എത്തുമ്പോൾ കടലിൻ്റെ ആഴമൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങനെ പോകാറില്ല. അങ്ങനെ ഒരാൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കടലിലിരുന്ന് ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും അവിടേക്ക് വന്നു കേട്ടോ. എല്ലാവരും ഫോട്ടോഷൂട്ടാണ്. ഈ കടലിൻ്റെ കളറ് നോക്കിക്കേ, എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ. ഈ ലൈറ്റ് ബ്ലൂ കളറും ഇത് നമ്മൾ ശരിക്കും മുങ്ങി താഴേക്ക് നോക്കാമെങ്കിൽ കടലിൻ്റെ അടുത്തിട്ട് നമുക്ക് ഭംഗിയായിട്ട് കാണാം കേട്ടോ. നല്ല വൈറ്റ് സാൻഡായിട്ട് കുറേ നേരം ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. മഴ പെയ്യുമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. എന്തായാലും നനഞ്ഞില്ലേ, എന്നാൽ പിന്നെ മഴ നനഞ്ഞ് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നല്ല മ്യൂസിക് കേൾക്കുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് തന്നെ തിരിച്ചെത്തി ഫ്രഷായി. കാരണം പോകാനുള്ള സമയമായി. വെള്ളത്തിൽ കളിച്ചത് കൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. ഏകദേശം 1 മണി എടുക്കാറായി. ഞങ്ങൾ വന്നപ്പോൾ അതാ ഫ്രണ്ട്സ് ചോക്ലേറ്റൊക്കെ ആയിട്ട് ഞങ്ങളെ സ്ഥിരീകരിച്ചു കേട്ടോ. പിന്നെ കുളിച്ച് ഫ്രഷായി പെട്ടെന്ന് ഒരുങ്ങി നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ ജെട്ടി സൈഡിലേക്ക്. തലേദിവസം വന്നിട്ട് പിറ്റേ ദിവസം പോവുകയാണ്. നമുക്കൊക്കെ സാധാരണ ഒരു ദിവസമല്ലേ ഓഫുള്ളൂ. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് ചെന്ന് മാലിയിലെത്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കേട്ടോ. നല്ല പേരും മഴയായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഷോപ്പിലൊന്നും കയറാൻ പറ്റിയില്ല. അതായത് സാധാരണ ഷോപ്പില്ലേ
അവിടെ ഒന്നും കയറാൻ പറ്റിയില്ല മഴ കാരണം. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഓരോ ഗസ്റ്റ് ഹൗസുകളാണ്. നമുക്ക് എല്ലാവിധ ഫെസിലിറ്റി അവർ അറേഞ്ച് ചെയ്തു തന്നോളൂ. അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി നമ്മൾ കണ്ടില്ലേ ഒരു ഗസ്റ്റ് ഹൗസ്, അവിടെ എത്തി. അവിടുന്ന് കൗണ്ട് ചെയ്ത് നമ്മൾ പോവുകയാണ് റൗണ്ട് അടിച്ച് ജെട്ടി സൈഡിലേക്ക്. എനിക്ക് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് തിരിച്ച് ഇത്രയും ദൂരം പിന്നെ നടക്കുന്നത്. സ്കൂളും പാർക്കും ഒന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ പാർക്ക് കേട്ടോ. എല്ലാ ഐലൻഡിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് മനോഹരമായ പാർക്കുകളുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ പാർക്കാണ്. ഇങ്ങനെ പാർക്കും കണ്ട് സ്കൂളും കണ്ടാണ് നമ്മുടെ യാത്ര. ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ബോട്ടിന് സമയം എടുത്തത് കൊണ്ട് ആൾക്കാരൊക്കെ പോകാൻ തുടങ്ങി കേട്ടോ. നമ്മൾ ഈ കണ്ടു പോകുന്നത് ഈ സ്കൂളിൻ്റെ ബാക്ക് സൈഡാണ്. ഗുറൈദുവിലെ സ്കൂളിൻ്റെ ബാക്ക് സൈഡ്. സ്കൂളിലും ഹെൽത്ത് സെൻ്ററിലും പിന്നെ ഇവിടെ ഒരു മെൻ്റൽ റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്. അവിടെയൊക്കെ ഒരുപാട് മലയാളി നഴ്സുമാരും സ്കൂളിലും മലയാളി ടീച്ചേഴ്സും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പടി വെള്ളമാണ്. കാരണം നല്ല മഴയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. മഴ പെയ്യുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമെങ്കിലും പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് തന്നെ താന്നു പോയിക്കോളും. അങ്ങനെ ഞങ്ങൾ റൗണ്ട് അടിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്കൊക്കെ ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വാട്ടർ സ്പോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നടക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ട്സും പറയുന്നുണ്ട് ബോട്ട് മിസ്സാവും പെട്ടെന്ന് വരാമെന്ന്. അവർ നേരെ ബോട്ടിൻ്റെ അടുത്തേക്ക് പോയപ്പം ഞാൻ നേരെ സ്കൂളിൻ്റെ ഫ്രണ്ടിലേക്കാണ് പോയത്. സ്കൂളിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഗുറൈദു സ്കൂൾ. 2 ഗേറ്റോ 2-3 ഗേറ്റോ ഉണ്ട് സ്കൂളിലേക്ക് പോകാൻ. അങ്ങനെ ഇവിടെ എത്തി ഇത് കണ്ടു. 50 ഇയേഴ്സായി ഗുറൈദു സ്കൂൾ തുടങ്ങിയിട്ടെന്ന് തോന്നുന്നു. 50 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരുവിധം കാഴ്ചകളൊക്കെ 24 മണിക്കൂർ കൊണ്ട് ഓടി കണ്ട് തീർത്തിട്ട് ഇത് വാട്ടർ സ്പോർട്സിനുള്ള ഡീറ്റെയിൽസാണ് കേട്ടോ. ഇവിടെ കോൺടാക്റ്റ് നമ്പറുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോവുകയാണ് ജെട്ടി സൈഡിലേക്ക്. ഏകദേശം നമ്മുടെ ഗുറൈദുവിലെ കാഴ്ചകൾ ഇവിടെ തീരുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓടിപ്പിടിച്ച് ജെട്ടി സൈഡിലേക്ക് എത്തി. 2:30 ആവാറായി. 2:30ക്കാണ് ഇവിടുന്ന് സ്പീഡ് ബോട്ട് സർവീസ് ഉള്ളത്.
ഇവിടുന്ന് ഞാൻ പറഞ്ഞ പബ്ലിക് ഫെയർക്ക് 22 മാലദ്വീപിയൻ റുപ്പിയ അല്ലെങ്കിൽ $1, സ്പീഡ് ബോട്ടിന് 150 മാലദ്വീപിയൻ റുപ്പിയ ലോക്കൽസിനും, $25 ടൂറിസ്റ്റിനും. അങ്ങനെ ഞങ്ങൾ ജെട്ടി സൈഡിലെത്തി. ഓൾറെഡി ബോട്ടിലേക്ക് ആൾക്കാർ കയറാൻ തുടങ്ങി. ബാഡ് വെതർ ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഞങ്ങൾ 3:30-ക്കുള്ളിൽ മാലിയിൽ എത്തുമോ എന്ന്. കാരണം ഞങ്ങളുടെ നെക്സ്റ്റ് ഫെറി 3:30-ക്കാണ് അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ ഖുറൈദിനോട് യാത്ര പറഞ്ഞു. കൂട്ടുകാരൊക്കെ ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ ഇവിടുത്തെ വിഷ്വൽസ് ഒന്ന് കവർ ചെയ്തെടുത്തു. ഫ്രണ്ട്സ് നമുക്ക് യാത്ര അയക്കുകയാണ്, ബൈ ബൈ ഒക്കെ തന്നിട്ട്. അപ്പം അവർ ഇങ്ങനെ കരയിൽ നിന്ന് വർത്താനം പറയുവാണ്. നമ്മൾ ബോട്ടിലേക്ക് കയറി കേട്ടോ. ഈ സൗഹൃദങ്ങളാണല്ലോ നമ്മുടെ ലൈഫിനെ വളരെ കളർഫുള്ളാക്കുന്നത്. ഒരുപാട് നാൾക്ക് ശേഷം ബോട്ടൊക്കെ പിടിച്ച് ഫ്രണ്ടിനെ കാണാൻ ചെല്ലുമ്പോൾ അവൾക്കുണ്ടാകുന്നൊരു സന്തോഷമില്ലേ, അതുമൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് നല്ല മനോഹരമായ ഫുഡൊക്കെ അവർ നമുക്ക് ഉണ്ടാക്കി തന്നായിരുന്നു. അതിനൊക്കെ നന്ദി പറഞ്ഞ് നമ്മൾ ബോട്ടിലേക്ക് കയറുകയാണ്. ഈ സ്പീഡ് ബോട്ടിൻ്റെ ടൈമിങ് ഞാൻ ഇതിനുള്ളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ബോട്ട് എടുക്കുന്നില്ല, ഷാർപ്പ് 2:30 ആയിട്ടും ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബോട്ട് വിടുന്നതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞതിന് അവർ കരയിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ബോട്ടിനുള്ളിലേക്ക് കയറി. ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകൾ